ഹായ് മക്കളെ, നമ്മുടെ കവിതകളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കവിതയാണ് ബച്ചേ കാം പർ ജാ രഹേ എന്ന് പറയുന്നത്. നമ്മുടെ രാജേഷ് ജോഷി എഴുതിയിട്ടുണ്ടായിരുന്ന കവിത അല്ലെ. ആ കവിത എന്തിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബാലവേലയെ കുറിച്ചിട്ടാണ്. ഹിന്ദിയിൽ നമ്മൾ ബാലവേലയ്ക്ക് എന്ത് പറയുന്നു? ബാൽശ്രം എന്ന് പറയുന്നു അല്ലെ. അപ്പൊ ഈ ബാൽശ്രമിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ കവിതയുടെ ആശയം, പോസ്റ്റർ, അങ്ങനെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഒരു 4 പോയിന്റ്സ് നമുക്ക് പഠിച്ചാലും എന്തായാലും പഠിച്ചു വെച്ചോളാം. എന്നിട്ട് നമുക്ക് ഈ ബാലവേലയെ കുറിച്ച് വന്നിട്ടുണ്ടെങ്കിൽ തള്ളി വിട്ടോളാം അല്ലെ. നോക്കിക്കേ, ബാൽശ്രം സമാജ് കാ അഭിശാപ് ഹേ. ബാൽശ്രം എന്ന് വെച്ചാൽ ബാലവേല, സമാജ് എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിന്റെ, അഭിശാപ് ഹേ, അഭിശാപ് എന്ന് വെച്ചാൽ ശാപമാണ്. പിന്നെന്താണ്? ബാൽശ്രം ഏക് കാനൂൻ അപരാധ് ഹേ. ബാൽശ്രം എന്ന് പറയുന്നത്, ബാലവേല എന്ന് പറയുന്നത് ഒരു കാനൂൻ അപരാധാണ്. കാനൂൻ എന്ന് വെച്ചാൽ നിയമപരമായിട്ട് അപരാധമാണ്, തെറ്റാണ് അല്ലെ. പിന്നെ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കിക്കേ, ബച്ചോं काम पर जाना रोको. കുട്ടികൾ ജോലിക്ക് പോകുന്നത് റോക്കോ, തടയൂ. പിന്നെ എന്താണ്? ബച്ചോं को पढ़ाओ. കുട്ടികളെ എന്താണ്? പഠിപ്പിക്കൂ. പോസ്റ്റർ വന്നത് സെറ്റാണ്. 4 മാർക്കിന് ഈ 4 പോയിന്റ് എഴുതി വെച്ചാൽ മതി. ഇപ്പൊ എന്തായാലും ഇത് പഠിച്ചു വെക്കാം. ബൈ.